നമസ്കാരം. ഞാൻ രാജീവ് ശ്രീനിവാസൻ, ശ്രീ അനിൽ പണ്ടാല, ശ്രീ ഹരി ഗോപിനാഥൻ. ഞങ്ങൾ മൂന്നുപേരും തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന രണ്ട് വീഡിയോസ് ഇതിനു മുമ്പേ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എന്തായിരുന്നു ഭൂതകാലത്തിലുണ്ടായിരുന്ന, രണ്ടാമത് ഇപ്പോഴത്തെ കണ്ടംപററി ഇഷ്യൂസ്, മൂന്നാമത് ഭാവിയിൽ എന്താണ് നമുക്കിവിടെ വികസനത്തിനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഞങ്ങളിവിടെ വിശകലനം ചെയ്യുന്നത്. ശ്രീ ഹരിയോടാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ടൂറിസം സർക്യൂട്ട്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും മറ്റു പല ടെമ്പിൾസും കൂടെ ചേർന്നിട്ട് അതിനെ നന്നാക്കി കൊണ്ടുവരാൻ പറ്റും. രണ്ട്, ഒരു നല്ല എയറോസ്പേസ് ബേസ്ഡ് ക്ലസ്റ്റർ. താങ്കൾ നേരത്തെയും ക്ലസ്റ്ററിനെ പറ്റി പറഞ്ഞിരുന്നു. എയറോസ്പേസ് അതിന്റെ ഒരു കോറായിട്ട് ഒരു ഡെവലപ്മെന്റ് ക്ലസ്റ്റർ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ കുലശേഖര പട്ടണത്തിൽ ഒരു പുതിയ ലോഞ്ച് പാഡ് വരുന്നുണ്ട്. അത് പ്രൈവറ്റ് സെക്ടർ ഓറിയന്റഡ് ലോഞ്ചസിലാണ്, ലോ എർത്ത് ഓർബിറ്റ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഇംപ്രൂവ്മെന്റ് പോസിബിലിറ്റി താങ്കൾ ഒന്ന് വിശകലനം ചെയ്യാം. ഷുവർ. നമുക്ക് ടൂറിസം സെക്ടറിൽ തന്നെ ഇപ്പം ഒരു മുരടിപ്പുണ്ട്. നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ബീച്ചുകളാണ് കോവളവും വർക്കലയും. ഇന്ത്യയിൽ പോയിട്ട് ഈ ഏരിയയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്കോണമിയുടെ ഒരു വലിയൊരു ഭാഗമായിട്ടുള്ള ഒരു രണ്ട് ബീച്ചുകളാണ്. പക്ഷെ അവിടെ മുരടിപ്പുണ്ട്. കാരണം വേറൊന്നുമല്ല, ഒന്നാമത് ഈ മാസ്റ്റർ പ്ലാൻ ഇല്ലാത്ത ഡെവലപ്മെന്റ് കാരണം ചെറുകിട ഓപ്പറേറ്റേഴ്സ് വന്നിട്ട് അവര് ആ സ്ഥലമെല്ലാം ഒരു അൺപ്ലാൻഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു വയ്ക്കുന്നതാണ്. അപ്പം നമുക്ക് മാർജിൻ വളരെ കുറഞ്ഞ ടൈപ്പുള്ള ടൂറിസമാണ് അതിപ്പം ഡെവലപ്പ് ആയത്. ഇപ്പം ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാൽദീവ്സിൽ ഇപ്പം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ തന്നെയും അവിടുത്തെ വരുന്ന ടൂറിസ്റ്റുകളുടെ മാർജിൻ വളരെ ഹൈ ആണ് നമ്മളെ വെച്ച് നോക്കുന്നത്. അപ്പൊ അതിന് ഇനി അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകുന്നതെങ്കിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന്, വിഴിഞ്ഞം, നമുക്ക് ഭാഗ്യത്തിന് വിഴിഞ്ഞം എന്ന് പറഞ്ഞ ഒരു പോർട്ട് വരുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ട് വരുമ്പോഴത്തേക്ക് ക്രൂയിസ് ടെർമിനൽ അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എളുപ്പം, അതായത് കഷ്ടിച്ച് ഇപ്പം ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രീഫാബ് ആയിട്ടുള്ള ക്രൂയിസ് ടെർമിനൽസ് ഇപ്പം ലോകമെമ്പാടും ഉണ്ട്. വളരെ എളുപ്പത്തിൽ വെറും 1-2 മാസത്തിൽ ചെയ്താൽ മതി. ഈ ഒരു കപ്പലിൽ വരുന്നത്, ഒരു ക്രൂയിസ് കപ്പലിൽ വരുന്നത് 3000-4000 ടൂറിസ്റ്റുകളാണ്. അതായത് ഏകദേശം ഒരു 100 ബസ്സിനുള്ള ഒരു കപ്പലിൽ നിന്ന്. ഇവര് സിറ്റി കാണാനായിട്ടും സിറ്റി സന്ദർശിക്കാനായിട്ടും വരുമ്പോഴത്തേക്ക് ഇവർ ഒരുപാട് ചെലവഴിക്കും പൈസ. ഇത് മുഴുവൻ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കും സാധാരണക്കാർക്കാണ് അതിന്റെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ക്രൂയിസ് ടെർമിനൽ ഒരു നല്ലൊരു ഫോക്കൽ പോയിന്റ് ആണ്. രണ്ടാമത്തത്, നമുക്കിവിടെ ഒരു നല്ലൊരു കൺവെൻഷൻ സെന്റർ വേണം. അത് രണ്ടും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക്, കൺവെൻഷനായിട്ട് ആള് വരുമ്പോഴത്തേക്ക് ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ കൺവെൻഷൻ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് താല്പര്യപ്പെടാനായിട്ട് പല ഇതുണ്ട്. നമുക്ക് ബീച്ചസ് ഉണ്ട്, നല്ല പൊന്മുടി പോലുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്കും കായലും ഒക്കെ ഉണ്ട്, ജടായുപ്പാറ, പിന്നെ അമ്പലങ്ങള്, പിൽഗ്രിമേജ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊരു വേറൊരു ഫോക്കൽ പോയിന്റ് നേരത്തെ പറഞ്ഞ പിൽഗ്രിമേജ് ടൂറിസം ആണ്. ഇപ്പൊ നമ്മളെല്ലാം കണ്ട അയോധ്യയിലുള്ള ആ ഇൻഫ്ലോ, ടൂറിസ്റ്റ് ഇൻഫ്ലോ, അത് പണ്ടുള്ളതിന്റെ 10 ഇരട്ടിയായി. നമുക്കിവിടെ ഈ സ്വർണം നിധി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉള്ള ആ ഒരു ഹൈപ്പിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഇവര് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അതങ്ങ് പിരിഞ്ഞു പോയി എന്നാണെങ്കിൽ പറയാം. അതുപോലത്തെ ഇത് എന്തായാലും ഇത് അടുത്ത ഈ ജനപ്രതിനിധിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വരുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം ഈ പത്മനാഭസ്വാമി കോവിലിനെ ഒരു നാഷണൽ ഒരു പിൽഗ്രിമേജ് സെന്റർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് പറഞ്ഞത്, നേരത്തെ താങ്കൾ പറഞ്ഞത് മറ്റേ എയറോസ്പേസ് ക്ലസ്റ്റർ. അത് വളരെ ഇപ്പൊ തന്നെ ഒരു 3-4 ലെയർ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഏകദേശം എല്ലാ ലെയറും ആയി കഴിഞ്ഞു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, ആദ്യം ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടാലന്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ട്രെയിൻ ചെയ്തെടുക്കും. നമുക്ക് IIST ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി വജിമലയിൽ. IISER ഉണ്ട്, ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസും മെറ്റീരിയൽസും റിസർച്ച് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ സാധനം VSSC തന്നെ ഇരിക്കുക. VSSC മാത്രമല്ല, നമുക്ക് 3 വലിയ സെന്റേഴ്സ് ഉണ്ട്: VSSC, LPSC ആൻഡ് ഇനർഷ്യൽ യൂണിറ്റ് ഇൻ വട്ടിയൂർക്കാവ്, ISU, ഇനർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്. ഈ 3ഉം ഏറ്റവും കോറായിട്ടുള്ള ഒരു സ്പേസ് പ്രോഗ്രാമിന് ഏറ്റവും കോറായിട്ടുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന 3 കേന്ദ്രങ്ങളാണ്.
അപ്പൊ ഇനി നമുക്ക് ആപ്പാടെ വേണ്ടത് ഫാബ്രിക്കേറ്റ് ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും ഉള്ള ഇൻഡസ്ട്രീസിന് വേണ്ട ഉള്ള അവർക്ക് വേണ്ട സ്ഥലവും അവർക്ക് വേണ്ട സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ അങ്ങ് ഡെവലപ്പ് ആയിക്കോളും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുലശേഖര പട്ടണം വളരെ അടുത്താണ്. ഇവിടെ ഫാബ്രിക്കേറ്റ് ചെയ്ത റോക്കറ്റിന്റെ പാർട്ടുകളെല്ലാം കൊണ്ടുപോകാനൊക്കെ റോഡ് മാർഗത്തിലായാലും റെയിലായാലും വളരെ എളുപ്പമാണ്. ലോഡിങ്ങിനും എല്ലാം വളരെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമുക്കിപ്പോ ഉദാഹരണം പറഞ്ഞ കുലശേഖര പട്ടണം കടലിന്റെ തീരത്താണ്. നമുക്കിവിടെ കടൽ വഴിയും മറ്റേ ആനുകൂല്യമായ കാലാവസ്ഥ സമയങ്ങളിൽ കടൽ വഴി അമേരിക്കയിലെ നാസയൊക്കെ കടൽ വഴിയാണ് പല പാർട്ടും കൊണ്ടുപോകുന്നത്. ഇതിനെല്ലാം സാഹചര്യമുണ്ട്. അത് കൊണ്ടുവരണം. അത് കൊണ്ടുവരണം. ജനപ്രതിനിധികൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. അവർക്ക് എല്ലാം ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ അവർക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ താങ്കൾ പൂവാർ ഷിപ്പ്യാർഡിനെ പറ്റിയും പറഞ്ഞായിരുന്നു. യെസ്, അതും ഒരു അതെ ഒരു അതെ അതെ ഇത് നമ്മുടെ ഈ ഒരു വളരെ ഒരു എംബാരസിങ്, അതായത് ഒരു ചെറിയൊരു നാണക്കേടുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ INS വിക്രാന്ത് കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്ന് ഇറക്കിയപ്പോഴത്തേക്ക് ഇറക്കാൻ നോക്കിയപ്പോ ആദ്യത്തെ റൗണ്ട് ഇറങ്ങിയില്ല. വേറൊന്നുമല്ല, ഗേറ്റ് തുറന്നില്ല ഡോക്കിന്റെ. വേറൊന്നും കൊണ്ടല്ല, അതിന് ഡെപ്ത് ഇല്ല അവിടെ. പിന്നെ അവര് ഒരു 1-2 മാസം ഡിലേ ആയി അവര് അത് ഡ്രെഡ്ജ് ചെയ്ത്. പൂവാറിനാണെങ്കിൽ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇഷ്ടംപോലെ അമേരിക്കയുടെ ഇപ്പം മറ്റേ അവരുടെ ജെറാൾഡ് ഫോർഡ് ക്ലാസ് സൂപ്പർ കാരിയർ ആണെങ്കിൽ അവിടെ ഇറക്കാം. അവിടെ ഒന്നും കുഴിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതൊരു ലോങ് സ്റ്റാൻഡിങ് പ്രോജക്റ്റ് പ്രപ്പോസലാണ്. പക്ഷെ ഓരോ സാഹചര്യത്തിലും അതിനൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഒരു പുഷ് ചെയ്താതെ അത് നടക്കില്ല. അത് പുഷുമാണ്. അല്ല, വിഴിഞ്ഞത്തിന്റെ ഒരു ഓഫ് ഷൂട്ട് ആയിട്ട് അത് വരികയാണെങ്കിൽ വളരെ ഒരു മാരിടൈം ക്ലസ്റ്റർ ആയി അപ്പൊ തന്നെ. Let me ask you now, ശ്രീ അനിൽ, അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് പുതിയ പ്രോജക്ട്സ് എന്താണ് കൊണ്ടുവരാൻ പറ്റുന്നത് ഇവിടെ? തിരുവനന്തപുരത്ത് പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് എയർപോർട്ട് തന്നെയാണ്. എയർപോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്ക് നഷ്ടപ്പെട്ട ഫ്ലൈറ്റ്സ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ആവശ്യമാണെങ്കിൽ കൂടി ആ ഫ്ലൈറ്റ്സ് പിന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, കഴിവ് നമ്മുടെ എയർപോർട്ടിനുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു ആസ്പെക്റ്റാണ്. ഇല്ല എന്നുള്ളതാണ്. നമുക്കതിന് വേണ്ട എക്സ്പാൻഷൻ ഫെസിലിറ്റീസ് ഇപ്പോൾ തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ലാർജർ എയർക്രാഫ്റ്റ്സ് വന്നാൽ ഇപ്പം കൂടുതലും സിംഗിൾ ഐൽ എയർക്രാഫ്റ്റ്സ് ആണ് വരുന്നത്. അതായത് 140 തൊട്ട് 220 വരെ പാസഞ്ചേഴ്സ് കപ്പാസിറ്റിയുള്ള എയർക്രാഫ്റ്റ്സ്. അത് വൈറ്റ് ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ, ഇത്രയും തന്നെ എയർക്രാഫ്റ്റ്സ് വൈറ്റ് ബോഡി വന്നു കഴിഞ്ഞാൽ ഈ എയർപോർട്ടിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടത് ലാൻഡ് എടുത്ത് കൊടുക്കണം. ഇവിടാണ് നമ്മുടെ നഷ്ടവസ്തുത്തിൻ്റെ ബാക്കി പത്രം അവിടെ ഉള്ളത്. 128 ഏക്കർ എടുത്തു കൊടുക്കാം എന്ന് 90കളിൽ പറഞ്ഞിരുന്നത് ഇന്ന് വരെ കൊടുത്തിരിക്കുന്ന 18 ഏക്കറാണ്. ഇത് എടുത്തു കൊടുക്കേണ്ട സ്ഥലം എടുത്തു കൊടുത്താലേ നമുക്ക് പിന്നെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അതായത് പാസഞ്ചർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു സൈഡിൽ. നമ്മുടെ എയർപോർട്ട് ഇന്നും ടെമ്പററി ലൈസൻസിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ 3 വർഷവും പുതുക്കി കൊടുക്കുന്ന ലൈസൻസിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണ്? റൺവേ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് DGCAയുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം അല്ല റൺവേ. അതിൻ്റെ 2 സൈഡിലും അതിനൊരു പിന്നെ റിലീഫ് ഏരിയ വേണം. അതായത് 150 മീറ്റർ റിലീഫ് ഏരിയ വേണം. അപ്രോച്ചിന് 300 മീറ്റർ 2 സൈഡും വേണം. ഇത് രണ്ടുമില്ല. ഒരു സൈഡിൽ 5-8 തെങ്ങ് നിപ്പുണ്ട്, മറ്റേ സൈഡിലൊരു പിന്നെ ബ്രിഡ്ജുണ്ട്. ഇതെല്ലാം കാരണം നമുക്ക് പിന്നെ റൺവേക്ക് ലെങ്ത് ഇല്ല. ഈ തെങ്ങ് മുറിച്ച് കൊടുക്കാൻ മാറി 77 വർഷമായിട്ട് മാറി വന്ന റെപ്രസെൻറ്റേറ്റീവ്സിന് കഴിഞ്ഞിട്ടില്ല. അത് ചെയ്യുകയാണെങ്കിൽ എയർപോർട്ടിന് കുറച്ചൊരു റിലീഫാകും. പെർമനൻറ്റ് ഈ ലാൻഡ് അക്വിസിഷന് തെങ്ങ് മുറിച്ച് കൊടുക്കുകയും ചെയ്താൽ പെർമനൻറ്റ് ലൈസൻസ് നമുക്ക് കിട്ടും. അതൊന്ന്. ഇടയ്ക്ക് ഒരു വാർത്തയുണ്ടായിരുന്നു, രണ്ടാമതൊരു എയർപോർട്ട് അത് വേണം. അത് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഡബിൾ ആയിക്കഴിഞ്ഞാൽ ഈ 740 എന്നുള്ള പിന്നെ 640 എന്നുള്ളത് ഡബിൾ ഇതായി നമുക്ക് 1200 ഫ്ലൈറ്റ്സ് ഓപ്പറേഷൻ എ വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു അഡീഷണൽ റൺവേയുടെയും കൂടെ ആവശ്യം വരും മിക്കവാറും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അഥവാ ഇനിയിപ്പോൾ നമുക്കൊരു കോമൺ സെൻസാണ്, ഒരു 10-15 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ട്രാഫിക് വെച്ചിട്ട് പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഓഫ് ട്രിവാൻഡ്രവും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ എയർപോർട്ട് മതിയാകാതാകും. അങ്ങനെ വരുമ്പോൾ പാരലായിട്ട് ഒരു എയർപോർട്ടിനുള്ള സ്ഥലം മോസ്റ്റ് ഐഡിയൽ പ്ലേസ് വുഡ് ബി സംവെയർ ഇൻ നെയ്യാറ്റിൻകര.
നെയ്യാറ്റിൻകര സൈഡിലായിരിക്കും. 3000 ഏക്കർ വേണ്ടി വരും. 3000 മിനിമം വേണം. 3000-4000 വരെ ഏക്കർ വേണം. ഒന്നുകിൽ നെയ്യാറ്റിൻകര സൈഡ് അല്ലെങ്കിൽ ആറ്റിങ്ങൽ സൈഡ് ഐഡിയലായിരിക്കും. നെയ്യാറ്റിൻകര സൈഡാണെങ്കിൽ നമുക്ക് സൗത്ത് തമിഴ്നാട് കാസ്പെൻഡ് ഏരിയയും കൂടെ കിട്ടും. അപ്പം എയർപോർട്ട് വിൽ ബി മോർ വയബിൾ. ഇത് ഒന്ന്. രണ്ടാമത്തെ, നമുക്ക് ഇവിടെ ഫ്ലൈയിങ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഫ്ലൈയിങ് ക്ലബിനുള്ള ഫെസിലിറ്റി ഇവിടെ ഇപ്പം കഷ്ടിച്ച് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് ഏറ്റവും ഗ്രോത്ത് ഇൻ എംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു സെക്ടർ പിന്നെ പൈലറ്റ്സാണ്. നമുക്കിവിടെ അവരെ ടേൺ ഔട്ട് ചെയ്യാൻ പറ്റും. അത് വേറൊരു ഏരിയയാണ് നമുക്ക് നോക്കാവുന്നത്. പിന്നെ സെമി കണ്ടക്ടറിൻ്റെ ട്രിവാൻഡ്രം എപ്പോഴും ഈ ഒരു ഏരിയയിൽ, സെമി കണ്ടക്ടർ ഏരിയയിൽ, നമുക്ക് ഇലക്ട്രോണിനെ പറ്റിയൊക്കെ അറിയാം. സെമി കണ്ടക്ടർ ഏരിയയിൽ നമ്മൾ മുമ്പിൽ തന്നെ ആയിരുന്നു. അതിൻ്റെ R&D, ചിപ്പ് ലെവൽ R&D, നമുക്ക് സീഡാക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ പല മേഖലകളിലും അവരുടെ ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അവരുടെ ഫെസിലിറ്റീസും അവരുടെ വിജ്ഞാനവും ഉപയോഗിച്ചിട്ട് ഒരു R&D, സെമി കണ്ടക്ടർ R&D സ്പെസിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താൽ നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ യെസ്, അതെ, IIST ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നതനുസരിച്ചിട്ട് അവരൊരു പുതിയ ഫെസിലിറ്റി തുടങ്ങിയിട്ടുണ്ട്. IIST ക്യാൻ ടേക്ക് ലീഡ് ഇൻ ദാറ്റ്. മേ ബി സീഡാക്ക് ഓൾസോ ക്യാൻ ഫോളോ സൂട്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ബ്രാൻഡിങ്ങിന് കൂടെ സഹായിക്കും. സെമി കണ്ടക്ടർ റിസർച്ച് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്നുള്ള ആ ഒരു ഇത് വരും. നേരത്തെ ആ ബ്രാൻഡിങ്ങിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാത്തിനും പിന്നെ ഈ തിരുവനന്തപുരം മാറ്റി അതാ ലൊക്കാലിറ്റി. ഇപ്പോൾ IIST വന്നാൽ വിതുര എന്ന് പറയും ഇനിയിപ്പം. എനിവേ, അത് വളരെ നേരത്തെ ഞാൻ ഈ കോവളം ബേക്കൽ ജലപാതയുടെ കാര്യം പറഞ്ഞു. അത് എൻ്റെ ഒരു കൊറോളറി ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. വിഴിഞ്ഞം ടു ഈ തിരുവനന്തപുരം എയർപോർട്ട് ശരിക്കും ഒരു ഗുഡ്സ് ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് റേഷ്യോ നോക്കുമ്പോൾ $771 മില്യൺ വർത്താണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് സ്പെയർസ്. അതിൻ്റെ ടോട്ടൽ ലിസ്റ്റിൽ നമ്മൾ 7-ാമതോ 8-ാമതോ മറ്റേ വരുന്നുള്ളൂ. കാരണം ഫ്രാൻസ്, യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് ബില്യൺസിലാണ് പോകുന്നത്. പക്ഷേ ഒരു 3 പേര് കഴിഞ്ഞാൽ പിന്നെ മില്യൺസിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ 7-ാമതാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ മുകളിലാണ് ഇന്ത്യ. അപ്പം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ്, ഓസ്ട്രേലിയ ഈ 2 സ്ഥലങ്ങളിലാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത്. കുറച്ച് തായ്ലൻഡും ഉണ്ട്, ഇന്ത്യയുമുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു നല്ലൊരു ഏരിയയാണ് ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ട്. അതായത് ഈ എയർക്രാഫ്റ്റ് സ്പെയർസിൻ്റെ സ്റ്റോക്കിംഗ് ആൻഡ് ഈ നേരത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിന് വിഴിഞ്ഞെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോയിൻ്റ് ആക്കി മാറ്റാൻ പറ്റിയതാണ്. ഇത് ഞാൻ ചില ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഈ ഐഡിയ ശരിയാണ്, നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ MPs അത് പുഷ് ചെയ്യണം. പിന്നെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്, തിരുവനന്തപുരത്തിൻ്റെ വാട്ടർ ഫ്രണ്ട്, കടൽ തീരം നമ്മൾ നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. മറ്റുള്ള പല സ്ഥലത്തും പോയാൽ വാട്ടർ ഫ്രണ്ടിലാണ് വലിയ ഹൈ റൈസ് ബിൽഡിങ്സും എല്ലാം വരുന്നത്. ഇങ്ങനെ ഭംഗിയായിട്ടും എന്തുകൊണ്ട് അത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാജ്യം മുമ്പൊരിക്കൽ ഞാൻ പിന്നെ വളരെ കാലം മുമ്പ് 90കളിൽ ഞാൻ പ്ലെയിനിൽ ലാൻഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു സായിപ്പ് പറയുകയുണ്ടായി, എന്ത് ബ്യൂട്ടിഫുള്ളാണ്, ഒരു ഗ്രീൻ വാട്ടർ, നടുക്കൊരു റെഡ് ബെൽറ്റ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയാണ് ചുമന്ന മണ്ണ്, റെഡ് ബെൽറ്റ്, പിന്നെ ഗ്രീൻ. അയാൾ പറഞ്ഞു ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചസ് ദാറ്റ് ഐ ഹാവ് സീൻ. മോളിൽ നിന്ന് കണ്ടിട്ട് താഴെ ഞാൻ പലപ്പോഴും എനിക്ക് ആലോചിച്ചിട്ടുണ്ട് കോവളം ഒരു ഹൈപ്പാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കോവളത്ത് വരുന്ന വളരെ ഹൈ പ്രൊഫൈൽ ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വൈ ഡു യു ചൂസ് കോവളം വെൻ യു ഹാവ് സോ മെനി അതർ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ ദി വേൾഡ്. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അവർ പറഞ്ഞു വളരെ ഷാലോ ആണ്, വാട്ടർ ഈസ് വെരി വാം, പ്ലസൻ്റ്ലി വാം ആണ്, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ പോലെ ഇത് ബീച്ച് ടൂറിസത്തിൻ്റെ പറഞ്ഞുകൊണ്ട് പറയുന്നുള്ളൂ. പക്ഷേ വാട്ടർ ഫ്രണ്ട് ആ ഒരു CRZ നോംസ് മാറ്റിയിട്ട് പുറകോട്ട് കെട്ടി നല്ലൊരു പിന്നെ വാട്ടർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് റിയൽ എസ്റ്റേറ്റ് നടക്കുന്നില്ല. തീരദേശ ആൾക്കാർ സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആൾക്കാരാണ്. അവരുടെ ഭൂമി ഏറ്റെടുത്ത് അതിനെ വാല്യൂ ആഡ് ആക്കി എടുക്കുന്നത് എന്തുകൊണ്ട് ചെയ്തു? ഇങ്ങനെയുള്ള ഐഡിയാസ് തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉപയോഗിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
താങ്ക് യു അനിൽ ആൻഡ് ഹരി. ഇതോടെ ഞങ്ങളുടെ ഈ മൂന്നാമത്തെ വീഡിയോയും അവസാനിക്കുന്നു. താങ്ക് യു.